സന്തോഷം. അവർ കാത്തു നിൽക്കുകയായിരുന്നു. ആ കാഴ്ച ഓരോന്നും ആ നിമിഷം അവർ നമ്മളെപ്പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം 236 കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നുണ്ട് ശുഭാംശുവും സംഘവും. 7 ദിവസത്തെ നിരീക്ഷണം, അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെയും പ്രധാനമാണ്. ഏതായാലും ശുഭമടക്കം എന്നുള്ളത് അഭിമാനകരമായ നേട്ടമായി തന്നെ നമുക്ക് കാണാം. തീർച്ചയായും ISROയ്ക്ക് വേണ്ടി പൂർത്തിയാക്കിയ പരീക്ഷണങ്ങൾ അത് മുന്നോട്ടുള്ള ദൗത്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ ആതിരാജയൻ വിത്തുമുളപ്പിക്കൽ, അസ്ഥികളുടെയും പേശികളുടെയും ബഹിരാകാശത്തെ പ്രവർത്തനം, മൈക്രോ ആൽഗകൾ ഗുരുത്വാകർഷണമില്ലായ്മയോട് എങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ 7 പരീക്ഷണങ്ങൾ ISROയ്ക്ക് വേണ്ടി ശുഭാംശു നിലയത്തിൽ പൂർത്തിയാക്കി. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ UP സ്വദേശി ശുഭാംശുവിന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണമടക്കം നമ്മളിപ്പോൾ DD ന്യൂസിൽ കാണുന്നുണ്ടായിരുന്നു. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നു. ഇനി കരയിലേക്കുള്ള വരവ്, അതിനായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ആതിര? തീർച്ചയായും ഇനി ഈ 4 പേരെയും അയാക്സിയം 4 ഷിപ്പിൽ നിന്ന് തിരിച്ച് തീരത്തേക്ക് എത്തിക്കും. അതിനുശേഷം 7 ദിവസത്തെ നിരീക്ഷണത്തിലായിരിക്കും. ഞാനിപ്പോൾ ലക്നൌവിൽ നിന്നുള്ള അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ കാണുകയായിരുന്നു വളരെ സന്തോഷത്തോടെ. സുജയാസ്മൃതി, നമ്മൾ ആലോചിക്കണം, വിണ്ണ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും മാനവരാശിക്ക് ഏറെ കൗതുകവും ആകാംക്ഷയും നിറഞ്ഞൊരു കാര്യമാണ്. അപ്പം ബഹിരാകാശത്ത് നിന്ന് തിരിച്ച് മടങ്ങിയെത്തിയിരിക്കുന്ന 4 അംഗ സംഘത്തെ ഭൂമി വരവേൽക്കുന്ന മനോഹര നിമിഷങ്ങൾക്കാണ് അല്പസമയത്തിനകം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഇനി ഇവർ തിരികെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. 18 ദിവസമാണ് ഇവർ ബഹിരാകാശത്ത് നിന്നത്. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടണം. അതിലുള്ള നിരീക്ഷണങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. അതിന്റെ ഭാഗമായി 7 ദിവസം ഇവർ നിരീക്ഷണത്തിലായിരിക്കും. അതിനുശേഷമേ അതാത് സ്ഥലങ്ങളിലേക്ക്, അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയുള്ളൂ. ശുഭാംശു ഇന്ത്യയിൽ എത്തുന്നതിന് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കണം. എങ്ങനെയായിരുന്നു ബഹിരാകാശത്ത് നിന്നും ഉള്ള ഭൂമിയിലെ കാഴ്ച, എങ്ങനെയാണ് ബഹിരാകാശത്ത് നിന്നും ഭൂമിയെ നോക്കിക്കണ്ടത്, അവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ അവിടെ നിന്നുള്ള കാഴ്ച പ്രധാനമന്ത്രിയുമായി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. അതിരുകളില്ലാത്ത ലോകം, എത്ര മനോഹരമായ വാചകമായിരുന്നു അത്. അതിരുകളില്ലാത്ത ലോകമാണ് മുകളിൽ നിന്ന് കാണുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടി ഭംഗിയുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ജൂൺ 26-ന് തുടങ്ങിയ ദൗത്യമാണ്. ഇപ്പോൾ ഇതാ ജൂലൈ 15-ൽ മടങ്ങിയെത്തുന്ന ദൗത്യം. വലിയ പരീക്ഷണങ്ങൾ, 60 പരീക്ഷണങ്ങൾ, അത് 60 പരീക്ഷണങ്ങൾ വിജയകരമായി എന്നുള്ള വിവരമടക്കം പുറത്തേക്ക് വരികയാണ്. നമ്മളെ സംബന്ധിച്ച അഭിമാനകരമായ നിമിഷങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്, എന്തൊക്കെ കാഴ്ചകൾ ഇപ്പോൾ കാണാനാകുന്നു? തീർച്ചയായും 4 അംഗ ദൗത്യ സംഘത്തെയും ഭൂമി വരവേറ്റ് കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചൊരു അഭിമാനകരമാണ്. ശുഭാംശുവിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശുഭാംശുവിന്റെ പ്രതികരണത്തിലേക്കാണ്. തിരിച്ച് ഇന്ത്യയിൽ എത്തുന്ന നാളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് വരുന്ന ഭാവിയിലെ ബഹിരാകാശ ദൗത്യത്തിന് ബഹിരാകാശ കാലിഫോർണിയൻ തീരത്തേക്ക് എത്തിയോ എന്നതുകൂടി നമുക്കറിയണം. അതോടൊപ്പം തന്നെ ഈ ചരക്കുകൾ കൊണ്ടുവന്ന അത് ക്രൂ മോഡ്യൂളുമായി വിഘടിച്ചാണ് താഴേക്ക് ഇറക്കുന്നത്. വിനിത, ഈ സ്പ്ലാഷ് ഡൗണിന് ശേഷമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സുജയ, റിക്കവറി ഷിപ്പ് പേടകത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ആ ചുവന്ന ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പേടകത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരം പരവര വെളുത്തു എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് തോന്നിയതാണ്. അവിടെ കടലിന് മുകളിൽ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഏതാനും മിനിറ്റുകൾക്കകം, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിനകം തന്നെ ഈ പേടകം റിക്കവർ ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും ഇവരെ പുറത്തിറക്കുക. ഒരു 10-15 മിനിറ്റിനകം തന്നെ ഈ യാത്രികരെ നമുക്ക് പുറത്ത് കാണാനാകും. ഏതായാലും എല്ലാം ശുഭകരമായി തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പോൾ പാരച്യൂട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. അതിന് ശേഷമായിരിക്കും ഈ പേടകം വീണ്ടെടുക്കുക. ഈ സ്പ്ലാഷ് ഡൗണിലും പേടകത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നതാണ് നാസ നൽകുന്ന വിവരം. ആക്സിയം 4 സംഘവും അത് തന്നെയാണ് പറയുന്നത്. ബഹിരാകാശത്ത് 433 മണിക്കൂർ ചെലവഴിച്ച ശേഷമാണ് എത്തുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കുന്ന ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ചിരിക്കുന്നു ശുഭാംശു ശുക്ല എന്നുള്ളതാണ്. രാകേഷ് ശർമ്മ എന്ന പേര് മാത്രമാണ് ഇതുവരെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ ചർച്ച ചെയ്തത്. കൽപ്പന ചൗള ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പൂർണ്ണതോതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ രാകേഷ് ശർമ്മയുടെ പേര് മാത്രമാണ് ബഹിരാകാശത്ത് നമ്മൾ ചരിത്രമായി കുറിച്ചിരുന്നെങ്കിൽ അവിടെ ഇതാ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നുള്ളത്. ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ലല്ലോ വിനീത. ഇപ്പോൾ പലതവണ മാറ്റിവെച്ച ശേഷമാണല്ലോ ശുഭാംശു പോയത്. ഇതാ സ്മൃതി, ഒരു നിമിഷം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ആ പേടകത്തിന്റെ തൊട്ടടുത്ത്, അതാ പേടകം നമുക്ക് കാണാം. പേടകത്തിന്റെ തൊട്ടടുത്തേക്ക് റിക്കവറി ഷിപ്പ് എത്തിയിരിക്കുന്നു, ബോട്ടുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാരച്യൂട്ടുകൾ മാറ്റുന്നു. അതിനുശേഷം ഈ പേടകം കൊണ്ടുപോകാൻ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അവർ അവിടെ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പം ഇതിന് സംഭവിച്ചിട്ടുണ്ടോ, വെള്ളം കയറുന്ന നിലയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്.